അതുകൊണ്ടാണ് അവർക്ക് ഹാപ്പിനെസ്, ഡെയിലി ഹാപ്പിനെസ്. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെ പ്രോബ്ലമായിട്ട് കാണാതെ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ മേക്ക് ചെയ്യുന്നു എന്നുള്ളോട്ട് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ നമുക്ക് ആ പ്രോബ്ലംസ് ഒരു പ്രോബ്ലംസ് അല്ലാതായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ലൈഫ് മെച്ചപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മൾ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, ഇമ്പ്രൂവ് ആക്കി കൊണ്ടുപോകുമ്പോൾ നമുക്കതിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് സത്യം. ഇതൊന്നും വലിയ ക്വാളിഫിക്കേഷനോ വലിയ PhD ലെവലിൽ വലിയ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ നമ്മളെ നോർമൽ ലൈഫിൽ ഇന്നിപ്പോൾ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നെയും കൂടി നിങ്ങളെയും കൂടി ഓർമ്മപ്പെടുത്തുക ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല നോളേജ് കരസ്ഥമാക്കാൻ പറ്റിയ ഒരു കാലത്താണ് നമ്മളുള്ളത്. പക്ഷേ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമുക്ക് രണ്ട് രീതിയിലും. ഇപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ഒരാളെ കുത്താനും പറ്റും, അതുകൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എന്നെ പോലെ തന്നെ ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അതുപോലെ തന്നെ ഈ ന്യൂസുകളും ന്യൂസുകളിൽ നിന്ന് ഒരുപാട് നമ്മളെ ബ്രെയിൻ നമുക്ക് ഈ ഫേക്കായ ന്യൂസിനെ തിരിച്ചറിയാനുള്ള ഒരു മെച്യൂരിറ്റി നമുക്ക് വരണം. അത് അപ്പാടെ വിശ്വസിക്കുന്ന ഒരു രീതി നമ്മൾ മാറ്റണം. നമുക്ക് അൺനെസസറി ആയിട്ട് തോന്നുന്നു നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വലിയ സ്വപ്നങ്ങളൊക്കെ മാറ്റി വെക്കുന്ന രീതി ഉണ്ടല്ലോ, അതൊരിക്കലും പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പറ്റി ചിന്തിക്കാനൊന്നും ഇവിടെ ആർക്കും സമയമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ടെൻഷനാവുന്നത്? മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, അത് ശരി തന്നെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആർക്കും ഡെഡിക്കേറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഒന്നും പറ്റിയില്ലേ അടുത്തൊന്നില്ലിട്ട് ചാടാനുള്ള അവസരം നമുക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോബിൽ നമ്മൾ തൃപ്തി ഉണ്ടോ? ഓക്കെ, അതിൽ തുടരുകയും ചെയ്യുക. അതുപോലെ തന്നെ അതിനെ മൂർച്ച കൂട്ടാൻ നോക്കുക. എന്ന് വെച്ചാൽ അതിൽ നല്ല സ്കില്ലുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജോലിനെ ഒന്നും കൂടെ നമുക്ക് സുഗമമാക്കാൻ നോക്കുക.